ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നമ്മുടെ യമുന റാണി ചേച്ചിക്ക് ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാരോടുമായിട്ട് ലാലേട്ടൻ ചോദിച്ചു, ഈ വീട്ടിൽ ഇപ്പോഴും അദൃശ്യമായി നിൽക്കുന്ന ആൾ ആരാണ്? അതായിരുന്നു ലാലേട്ടന്റെ ചോദ്യം. പലരും യമുനയുടെ പേര് പറഞ്ഞു. അതോടെ യമുനയ്ക്ക് മനസ്സിലായി ആക്റ്റീവ് അല്ല, പുറത്ത് നെഗറ്റീവ് ഉണ്ട്, സേഫ് ഗെയിം കളിക്കുന്നു എന്ന ചീത്തപ്പേരുണ്ട്, ഈ ആഴ്ച കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്, അടുത്ത ആഴ്ച പുറത്തു പോകേണ്ടി വരും. ഇതൊക്കെ ഏറെക്കുറെ ഊഹിച്ചെടുത്ത് കാണും. ആ ഒരു മൈക്രോ അഗ്രഷനിൽ നിന്നുമാണ് ഇപ്പോ ലൈവില് നമ്മുടെ യമുന റാണി ഒരു വഴക്കിട്ടത്. പവർ ടീമാണ് ആ വീട്ടിലെ സർവാധികാരികൾ. ആരെന്ത് ചെയ്യണം, എപ്പോ ചെയ്യണം എന്ന് അവർക്ക് തീരുമാനിക്കാം. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ജാൻമണി കിച്ചൺ ഡ്യൂട്ടി കൊടുത്തത് നമ്മുടെ ടണൽ ടീമിനാണ്, യമുന അടങ്ങുന്ന ടണൽ ടീമിനാണ്. പക്ഷെ പവർ ടീം നെസ്റ്റിലുള്ള അപ്സരയോട് പോയി ചിക്കൻ കറി ഉണ്ടാക്കാൻ പറയുന്നു. എന്നിട്ട് യമുനയോട് ഇറങ്ങിപ്പോവാനോ മറ്റോ അർജുൻ പറയുന്നുണ്ട്. ഇതിൽ കയറി പിടിച്ചാണ് യമുന വഴക്കുണ്ടാക്കുന്നത്. പവർ ടീമിന് പിള്ളേർ കളിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കിച്ചൺ ടീം? പിള്ളേർ കളിയുമായി ഈ കാണുന്ന യമുനയുടെ അടുത്തേക്ക് വരണ്ട എന്നൊക്കെ യമുന പറയുന്നുണ്ട്. നമ്മൾ കുറെ ആയിട്ട് ഈ ഒരു ഷോ കാണുന്നു. ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായി വരുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഈ ഒരു പ്രശ്നം ക്രിയേറ്റഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് കാരണം പവർ ടീം ആ വീട്ടിലെ സർവാധികാരികളാണെന്നും അവർക്ക് ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇട്ട് കളിപ്പിക്കാമെന്നും അവിടെയുള്ള എല്ലാവർക്കും അറിയാം. യമുന റാണിക്കും അതറിയാം. അപ്സരയ്ക്ക് ചിക്കൻ നന്നായി വെക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് പവർ ടീം അപ്സരയോട് പോയി അത് ഉണ്ടാക്കാൻ പറഞ്ഞത്. പിന്നെ അപ്സരനെ നെക്സ്റ്റ് ടീമിൽ നിന്ന് മാറ്റാനുള്ള അധികാരം പവർ ടീമിന്റെ അധികാര പരിധിയിൽ ഉള്ളത് തന്നെയാണ്. അത് അറിഞ്ഞു വെച്ചിട്ടും അവരുമായിട്ട് അടി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ അമ്മച്ചുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും തലമൂത്ത ആളിൽ നിന്നും നമ്മൾ ഇത്രയും അമ്മച്ചുവർ ആയിട്ടുള്ള ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പോലും ഇതിനെ വിളിക്കാൻ പറ്റില്ല. പിന്നെ ഇതോടെ യമുന റാണി ഗെയിമിലേക്ക് കയറുകയാണ് എന്നുണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ. മികച്ച രീതിയിൽ കളിച്ച് മുന്നേറാൻ യമുനയ്ക്ക് സാധിക്കട്ടെ. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.